ഹലോ! അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫാഷൻ ഷോയിലൂടെയാണ്. അത് പ്രാക്ടീസാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ബുധനാഴ്ച ഈവനിംഗ് ആണ്. വ്യാഴാഴ്ച ഫതുവാക്ക് ഫാൻസി ഡ്രസ്സിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണോ പഠിപ്പിച്ചത് അത് പറയാൻ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ ഭയങ്കര പണിയിലാണ് കേട്ടോ. അബ്ദു ഭയങ്കര പണിയിലും ഭയങ്കര കാര്യം ചെയ്തുകൊണ്ട് നടക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇപ്പോൾ ഈ ഫാൻസി ഡ്രസ്സിൻ്റെ പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം വെളുപ്പിന് പോണാരം കൊണ്ട് രാത്രി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേ നല്ല ഉറക്കമാണ് ഫതുവ. 5:30 ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഫുഡാക്കിയെന്ന് വെച്ചാൽ തലേ ദിവസം ഞാൻ വെജിറ്റബിൾ ബിരിയാണി സോയാബീനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും എന്തെങ്കിലും ഇല്ലാണ്ട് നോൺ വെജ് ഇല്ലാണ്ട് ഒന്നും ഉണ്ടെങ്കിലല്ലേ കുറച്ചും കൂടി ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ സോസേജും നഗ്ഗറ്റ്സും ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. നഗ്ഗറ്റ്സ് ഫ്രൈ ചെയ്തത് ഓയിലാണെങ്കിൽ സോസേജ് എയർ ഫ്രൈയിലാണ് ഞാൻ ഫ്രൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ ലഞ്ച് ബോക്സ് റെഡി ആക്കിയാണ്. ഈ ലഞ്ചെന്ന് പറയണോ സ്നാക്ക് ബോക്സ് എന്ന് പറയണോ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നേരം മാത്രമേ കഴിക്കണുള്ളൂ. അത് 2 പീരീഡ് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 11 മണിക്കാണ് തോന്നുന്നു കഴിക്കണത്. അപ്പോൾ ഫതു ജസ്റ്റ് ഗ്ലാസ് ചായ കുടിച്ചിട്ടൊക്കെയാണ് പോവാറ്. കാരണം അവൾക്ക് രാവിലെ തന്നെ കഴിക്കൽ വലിയ താല്പര്യമില്ല. അവൾക്ക് വിശക്കുമ്പോൾ അവൾ കഴിക്കുള്ളൂ. ഞാൻ ഇപ്പോൾ അക്യൂഷ് പ്രാക്ടീഷണറാണല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞ് കേട്ട് ആൾക്ക് ഓൾറെഡി അങ്ങനെ വിശക്കുമ്പോഴേ ആൾ കഴിക്കുള്ളൂ. അപ്പോൾ ആ ടൈമിൽ എന്തായാലും വിശപ്പുള്ള ടൈമുമാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഭക്ഷണം കഴിക്കാണ്ടാണ് വന്നത്. കാരണം അവൾക്ക് വിശന്നില്ല, അവൾ കഴിച്ചില്ല. അപ്പോൾ അതിൽ ഞാൻ ചീത്ത പറയാറുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ദാഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ മതി എന്ന് പറയുള്ളൂ. അപ്പോൾ ഞാൻ നഗ്ഗറ്റ്സ് എടുത്ത് വെച്ചു, സോസേജ് ഇതൊന്നും ഞാൻ ഡെയിലി ഒന്നും കൊടുക്കണ സാധനങ്ങളൊന്നും അല്ല കേട്ടോ. റൈസും കാര്യങ്ങളൊന്നുമല്ല. ഈ സോസേജും നഗ്ഗറ്റ്സും ഒന്നും ഞാൻ ഡെയിലി കൊടുക്കണതല്ല. നമ്മൾ ഇടയ്ക്ക് ഒരു എന്താ പറയുക മന്ത്ലി എന്തായാലും 2 പ്രാവശ്യം അങ്ങനെ, ചിലപ്പോൾ 1 പ്രാവശ്യം അങ്ങനെയൊക്കെ കൊടുക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സാധനം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തും അധികമായാലും പ്രശ്നമാണ്. അപ്പോൾ ഫുഡ് റെഡിയാക്കി വെച്ചതിന് ശേഷം അതിനോട് ഞാൻ ജസ്റ്റ് മേലെ കഴുകാൻ പറഞ്ഞു. കാരണം ഞാൻ തലേ ദിവസം കഴിക്കുകയുള്ളൂ. ചൂടുവെള്ളത്തിൽ രാവിലെ തന്നെ കഴിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ച വെള്ളമാണ് വരുന്നതേ. അതൊരു തന്നെയാണ് വരിക. കുട്ടികൾക്ക് ഇപ്പോൾ പറ്റില്ലെങ്കിലോ. അപ്പോൾ ഞാൻ ഫതു മേലഴുകി വന്നതിന് ശേഷം എൻ്റെ പുട്ടി ഐറ്റംസിലൊക്കെ എടുത്തു. പുട്ടി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും സ്ഥിരം യൂസ് ചെയ്യണതൊന്നുമല്ല. അവൾ ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല, മേക്കപ്പ് ഇടാൻ സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും പണ്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ എഫക്റ്റും കാലം അറിഞ്ഞാൽ പിന്നെ നമ്മൾ മാക്സിമം കുട്ടികളെ കൊണ്ട് ഇടിപ്പിക്കില്ല. സ്കിന്ന് കംപ്ലൈൻ്റ് ആവും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷാൻഡി ബിയറിൻ്റെ തീമാണ്. ഇത് ബർത്ത്ഡേ ഡ്രസ്സും കൂടി ആയിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് വാങ്ങിയതല്ല, തയ്പ്പിച്ചാണ്. ഇതും ഞങ്ങൾക്ക് ടിൻഡു ചേച്ചി തന്നെയാണ് തയ്പ്പിച്ചത്. തയ്ച്ചത് ടിൻഡു ചേച്ചിയാണ്, FQണില്ല. ഞാൻ എൻ്റെ മിക്ക ഡ്രസ്സുകളും ഞാൻ പറഞ്ഞ പോലെ തന്നെ പെരുന്നാളിൻ്റെ ആയിക്കോട്ടെ, എൻ്റെ കഫ്താൻ, എൻ്റെ മംറ്റുബിയുടെ ഫ്രോക്ക്, അങ്ങനെ ആ മംറ്റുബിയുടെ ഫ്രോക്ക് തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഞാൻ ടിൻഡു ചേച്ചിനെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ചേച്ചി അടിപൊളിയായിട്ട് പറഞ്ഞ മോഡൽ തയ്ച്ചു തരും. ഈ ഡ്രസ്സ് തയ്ച്ചതും ഞാൻ മോഡൽ അയച്ചു കൊടുത്തു. ചേച്ചി തന്നെ പോയി തുണിയെടുത്ത് ചേച്ചി തന്നെ തയ്ച്ചതെന്നാണ്. ജസ്റ്റ് മോഡൽ മാത്രമേ അയച്ചിട്ടുള്ളൂ. അളവ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഞാൻ മംറ്റുബിയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഖത്തറിലുള്ള സമയത്താണ് എനിക്ക് ചെയ്തിരുന്നത്. അത് വീഡിയോ കോളിൽ വിളിച്ചിട്ട് നമ്മൾ അളവുകളെല്ലാം കറക്റ്റ് എനിക്ക് അനുക്കിനെടുത്ത് കൊടുത്തത് അങ്ങനെ അളവ് കൊടുത്തിട്ട് ആ ഒരു അളവിൽ കറക്റ്റ് പെർഫെക്ഷനിൽ എനിക്ക് തയ്ച്ചു തന്നു. അത് തന്നെ വലിയൊരു ഇതാണ്. കാരണം നമ്മൾ നേരെ പോയി അളവ് കൊടുത്താലും ശരിയാവാത്ത എത്രയോ ആൾക്കാരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്കും തയ്ച്ചിട്ടുണ്ടായിരുന്നു മാഷാൻഡി ബിയറിൻ്റെ ടീം. എനിക്ക് ഫതുവൊക്കെ ഒരുപോലെ ഇരുന്ന്. ഫതുവിന് കറക്റ്റ് എല്ലാവരും ചെയ്തു തന്നു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഈ ഒരു കാര്യത്തിൽ. ഇതിൻ്റെത് നിങ്ങൾക്ക് ഇനിയും കോൺടാക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ. ഒരുപാട് പേർക്ക് അത് കിട്ടുന്നത് ഇപ്പോൾ ഇത് തയ്പ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫതുവിൻ്റെ മേക്കപ്പ് അപ്പോൾ ഞാൻ വെച്ചാൽ അത് പ്രൈമറും സെറൊക്കെ ഇട്ട് കൊടുത്തു. കാരണം ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വലിയ തൃപ്തിയിലിടിക്കാനായിട്ട്. എന്നാലും ഇത് നമ്മൾ ഒരുക്കി വിടണം. പിന്നെ ഓവറാക്കാണ്ട് കുറച്ച് എന്നോള് ജസ്റ്റ് ഒന്ന് പൗഡർ ഇടേ അല്ലെങ്കിൽ ചിലപ്പോൾ അതും കൂടി ഇടാറില്ല, അങ്ങനെ പോവാറ്. അപ്പോൾ ഇന്ന് പോകുമ്പോൾ ഭംഗിയിൽ പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറം, പ്രൈമർ, മോയ്സ്ചറൈസർ അത് മസ്റ്റ് ഇട്ടെടുത്തതിന് ശേഷമാണ് ഇതായി. പിന്നെ ഓവറായിട്ട് ഞാൻ ഇട്ടെടുത്തൊന്നുമില്ല.
ഇതൊക്കെ നോർമൽ നമ്മൾ കോട്ടിങ് പോലെ കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഓരോ ഇപ്പം മേക്കപ്പും ചെയ്തത്. അപ്പോൾ ഫതുവിന് ഭയങ്കര ഇതാണ്. പിന്നെ എന്നോട് ചോദിക്കണം, ഉമ്മയല്ലേ പറഞ്ഞത് ഇതിടാൻ പാടില്ല ഇതിടാൻ പാടില്ല എന്ന്. അപ്പോൾ പറഞ്ഞു കൊടുത്ത് അതിനിടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഇടരുതെന്നാണ് പറഞ്ഞത്. ഇടയ്ക്കൊക്കെ ഇടാം. അപ്പോൾ ഉമ്മയൊക്കെ പണ്ട് എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തു. നമ്മളും പണ്ട് ഒരുപാട് മേക്കപ്പ് ബോക്സും ഉണ്ടായിരുന്നു, നമ്മൾ നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു ഇതുപോലെ അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അതിനെപ്പറ്റി ഒരു അറിഞ്ഞപ്പോൾ ഇതായി. പിന്നെ ആൾ ഭയങ്കര ഹാപ്പി ഉണ്ട്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. കാരണം ഇവിടെ ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്കും വെളുപ്പിനാകുമ്പോഴേക്കും നേരം വെളുക്കും. മാത്രമല്ല നല്ല ചൂടുള്ള വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇതാവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഇത്തിരി സൺസ്ക്രീനും കൂടി പറ്റി കൊടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെ പുള്ളിക്കാരനോട് ചോദിക്കണേ, ഇതിടാൻ പാടില്ല എല്ലാം പറഞ്ഞിട്ട് ഉമ്മ എനിക്കെല്ലാം ഇട്ടരണല്ലോ എന്ന് പറയുന്നിട്ടാ. അപ്പോൾ ഈ നേരം കൊണ്ട് അനുക്ക റെഡി ആവുന്നുണ്ട് കേട്ടോ. അനുക്ക ആ നേരം കൊണ്ട് കുളിച്ചു. അനുക്ക റെഡി ആവുന്നുണ്ട്. അനുക്ക റെഡിയായി വരുന്ന സമയത്ത് ചായയും കൂടി കുടിച്ച് കഴിയുമ്പോഴേക്കും ഫതുവിനെ റെഡിയാക്കാനാണ് എന്നോട് പറഞ്ഞത്. സമയം ഉണ്ടാവില്ല കേട്ടാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫതുവ നേരത്തേക്ക് സ്കൂളിലെത്താം, പക്ഷേ അനുക്ക ലേറ്റായിട്ടാവും അവിടെ എത്താം. അപ്പോൾ അതുകൊണ്ട് അതും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആക്കണം. അപ്പോൾ ഞാൻ ഫതുവിൻ്റെ സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒരുപാട് നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി പൊതുവെ കാണാത്തൊരാളുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒരു പോൺസിൻ്റെ ഒരു ക്രീം ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ BB ക്രീമാണ് പറ്റിയിരുന്നത്. പക്ഷേ ഇത് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ഹൈലൈറ്റും എല്ലാ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര തൃപ്തിയായിട്ട് നമ്മളെ ഈ ഒരു BB ക്രീമിനേലും കൂടി എനിക്ക് ഇതായിട്ട് തോന്നി. കോൺവെക്കേഷൻ തലേ ദിവസം ഞാൻ താമസിക്കാൻ പോയിട്ട് അവിടെ അടുത്തൊരു ജംഗ്ഷനിൽ പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ, കോഴിക്കോട്. അപ്പം ഇതങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ കണ്ട. അപ്പോൾ മറ്റേ ഒരുപാട് BB ക്രീം ഇടണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടതാകുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് ആയിട്ട് നിന്നോളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു ഷോയിൽ അവൾക്ക് ഭംഗി കുറച്ച് ഷോ ആവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരുപോലെയല്ല കാണുന്നത്. അപ്പം ഇന്ന് ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് അടക്കം വല്ല കമൻസിൽ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫതുവ മേക്കപ്പ് ഇടാനുള്ള വരാറ് ഇപ്പോൾ നല്ല രസം ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഫതുവിൻ്റെ മാമേ. അപ്പോൾ അതേ ജസ്റ്റ് ഒന്ന് BB ക്രീമിൻ്റെ ഇത്രയും ഞാൻ ആ മൂക്കും കവിളും നെറ്റിയും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത്, കാരണം ഒന്നും കൂടി ബ്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊന്നും നമ്മൾ ഇടിക്കാറില്ല പൊതുവേ. പക്ഷേ എന്താ ചെയ്യുക, ഇപ്പോൾ ഒരു കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ ഇടിക്കണമല്ലോ. ഒന്നിലും കുറവ് വരാൻ പാടില്ലല്ലോ, അതാണ് മെയിനായിട്ട്. അപ്പം ഞാൻ നന്നായിട്ട് ആ ഒരു ജസ്റ്റ് BB ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് അപ്പം അതിങ്ങനെ അപ്ലൈ ചെയ്ത് പിന്നെ മുടി കെട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക് ഇല്ല. കാരണം ആശാൻ്റെ പേരിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ. അത് ലാസ്റ്റ് കാണാൻ മനസ്സിലാക്കി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തട്ടം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിയിടും. അതും തിൻ്റെ ചേച്ചി കറക്റ്റായിട്ട് ചെയ്തു തന്നു. ആ ഫോട്ടോയിലുള്ള പോലെ തന്നെ എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ ഇതെല്ലാം കണ്ണിന് ഐഷാഡോ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ആ കണ്ണിൻ്റെ മുകളിലൊന്ന് ഇതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫതുവിന് കണ്ണ് എഴുതാൻ ഇഷ്ടമാണ്. കണ്ണ് അടിയിൽ എഴുതാൻ ഇഷ്ടമില്ല, മുകളിൽ എഴുതാൻ ഇഷ്ടമാണ്. എനിക്ക് അടിയിലും മുകളിൽ എഴുതും ഭയങ്കര ഇഷ്ടമാണ് കണ്ണ്. അപ്പോൾ അതൊന്നും ഇന്നരാത്തതുകൊണ്ടാണ് ഞാൻ അവൻ ഇട്ട് കൊടുക്കാത്തത്. എനിക്ക് കണ്ണ് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്കാണ്, ഞാൻ കണ്ണൊക്കെ ഇതിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ ഇരിക്കുമെന്ന് പറയും. അപ്പോൾ അതിന് അങ്ങനത്തെ പ്രശ്നമില്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണ്, ഇട്ട് കാണാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതെങ്ങനെ ഐഷാഡ് അപ്ലൈ ചെയ്തു. പിന്നെ എനിക്ക് ഈ പിരിയൻ സെറ്റ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ സിസ്റ്റർ സഫ്ന വാങ്ങി തന്നാണ് കേട്ടോ. അവൾ അന്ന് ഖത്തറിൽ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ്. അതിങ്ങനെ നല്ല ബ്രഷ് പോലെ ഇങ്ങനെ ഇടാനായിട്ട്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇത് എനിക്ക് അവൾ കൂടെ തന്നപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് തന്നെ. എനിക്ക് ഇതിങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്നുവെച്ചാൽ മേക്കപ്പ് ഇടാൻ ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും കൂടെയാണ് കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് വാങ്ങിക്കൊണ്ടെന്നാണ്. അതുപോലെ അതേ കൺമഷി ഞാൻ കാജൽ സ്റ്റിക്കോണ്ട് എൻ്റെ മോൾ ഭാഗം എഴുതി. എനിക്ക് മറ്റേ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമല്ലേ, അതാണ് കൂടുതലും ഫതുവിന് ഭംഗിയെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഐലൈനറിനേലും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ കാജൽ സ്റ്റിക്കോണ്ട് എൻ്റെ മോൾ ഭാഗം എഴുതാനാണ്. അപ്പോൾ അതും ഞാനങ്ങനെ ഇട്ട് കൊടുത്ത്. എനിക്ക് അത് ഫതുവിന് ഇഷ്ടമില്ല. കണ്ണ് എഴുതുന്ന സീന് മുകളിൽ പിന്നെയും കുഴപ്പമില്ല, അടിയിൽ എഴുതുന്നു തീരെ ഇഷ്ടമില്ല. പിന്നെ ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം ഇടിക്കുന്നതാണ്. അപ്പോൾ കണ്ണ് ജസ്റ്റ് ഒന്ന് എഴുതി. പക്ഷെ ഇന്നൊരിങ്ങണ കാര്യമാണ് ഇപ്പോൾ ആൾ പറഞ്ഞു. എനിക്ക് ഒന്നിന് കുറവ് വരുന്നത് ഞാൻ പറഞ്ഞത് കൊണ്ട് അവിടെ ആൾക്കാർ മുഖം പോകണുണ്ടല്ലോ, തീരെ ഇഷ്ടമല്ല. അത് മറിച്ച് ലിപ്സ്റ്റിക്ക് അതുപോലെ മറ്റേ ക്രീമുകളൊക്കെ പറ്റാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിഷ്ടമല്ല. എനിക്കാണെങ്കിൽ അതിനേലും ഇഷ്ടം കണ്ണെഴുതാനാണ്. അപ്പോഴേക്കും മുഖം പോയതുണ്ട് ആളുടെ. കണ്ണ് എഴുതുന്ന സീനിൽ ഭയങ്കര സീനാണ്.
അപ്പോൾ കണ്ണ് ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അടിയിൽ ഇട്ട് കൊടുത്തു. കാരണം മാഷാഅല്ലാഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫത്വ കണ്ണ് എഴുതുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പൗഡർ ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടുമ്പോൾ നമ്മൾ കെയർ ചെയ്യണ പോലെ അവര് കുട്ടികൾക്ക് കിട്ടണം. ജസ്റ്റ് ഒന്ന് കുഞ്ഞി എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടി ഇട്ട് കൊടുക്കണ പോലെ കെട്ടുകൊടുത്ത്. അത് കഴിഞ്ഞിട്ടൊന്ന് ഹൈലൈറ്റ് പോലെ തന്നെ നമ്മുടെ ലാക്മിയുടെ ആ ഒരു ക്രീമും കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതും ഒന്ന് മൂക്കും നെറ്റിയും 2 കവിളും ഒന്ന് ഇതായി കൊടുത്ത് ഒന്നിത്തിരി ഹൈലൈറ്റായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഹൈലൈറ്റൊക്കെ ഇട്ടെടുത്തതിന് ശേഷം മെയിൻ ടാസ്ക് അല്ല, മെയിനായിട്ട് പുള്ളിക്കകത്ത് ഇഷ്ടമുള്ള സംഭവമായിട്ട് അടുത്തത് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ എന്താക്കി ലിപ്പ് ലൈനർ ഇട്ടിട്ടൊന്ന് ആ ഒരു ലൈന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഇതുണ്ടാവും. പിന്നെ നമ്മുടെ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഷെയ്ഡില്ലേ, ഏതാത് മിക്കവർക്കും അറിയാലോ, ആ ഷെയ്ഡ് അതന്നെ, ആ കാണുന്ന ഷെയ്ഡ് തന്നെ. ഇപ്പോൾ അത് ട്രെൻഡാണ് ആ ഷെയ്ഡ്. ഇപ്പോൾ നാട്ടിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അവൾക്ക് നടുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതായി കൊടുത്തു കഴിഞ്ഞാൽ അവൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓവറായിട്ട് വരില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരെണ്ണം ചെറുത് കൈ വെച്ച് കൊടുത്തു. കാരണം ജസ്റ്റ് ആ പരിപാടി കയറി മുന്നേ ഒന്നിട്ട് ടച്ച് ചെയ്തോളാൻ പറഞ്ഞിട്ട്. ബാക്കി 2 കുത്തും ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യണില്ലല്ലോ. അപ്പം ഞാൻ ആ ബാലൻസ് ഒന്ന് ജസ്റ്റ് 2 കുത്ത് കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പം ബ്ലഷ് പോലെ ആയി. അപ്പോൾ ഞാൻ എയർപോർട്ട് മാനേജ്മെൻറ്റ് പഠിച്ചതുകൊണ്ട് ബ്ലഷ് ഇടുമ്പോൾ എങ്ങനെ ഫേസ് പിടിക്കണം എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്ത് അതങ്ങനെ ഇതാക്കി. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയത്. അപ്പോൾ ആൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇഷ്ടമായി തുടങ്ങി. പക്ഷെ കണ്ണെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമാണ്. പക്ഷെ കണ്ണെഴുതേണ്ടതാണ് ടാസ്ക്. പിന്നെ എൻ്റെ കമ്മൽ കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാനപ്പോൾ ഈ റിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാറിൻ്റെ റിങ് ഇടിച്ചു ഫതുവാനക്ക്. ഓവറായിട്ടുള്ള വെയിറ്റ് ഇടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതെങ്ങാനും എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനും ഇട്ടിരുന്നു എന്നുള്ളത് വളരെ ശരിയുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും എനിക്ക് ഫതുവാൻ ഇടിക്കാൻ നമ്മൾ എന്താ പറയുക ഇട്ടിരുന്ന പോലെ ആവരുത്. അതിൽ പ്രശ്നം ഉണ്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഇപ്പോൾ മസ്കാര ലാസ്റ്റ് ടച്ചപ്പ് ഫൈനൽ ടച്ചപ്പ് പോലെ തന്നെ മസ്കാര എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കൊടുത്തു. അപ്പോൾ അതും കൂടി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഈ സ്റ്റൈലിലാണ് ഫതുവാനെ റെഡിയാക്കിയത്. പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് എല്ലാം കയ്യോടെ എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം അതെടുത്ത് കൊട്ടും. അത് കൊട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഞങ്ങളത് തീരുമാനമായിട്ടുണ്ടായി. കോമ്പാക്ട് പൗഡറിൻ്റെ ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ അവൻ തട്ടിയിടും, പൊട്ടിക്കും, കൊട്ടിയിടും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യോടെ എല്ലാം ഞാൻ എൻ്റെ പുട്ടി പൗച്ചിൽ എന്നങ്ങ് പറയാം, പുട്ടി പൗച്ചിൽ ഞങ്ങൾ എല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഹെയറും കൂടി സെറ്റ് ചെയ്യണമായിരുന്നു. ഹെയർ ഞാൻ നോർമൽ ഹെയറാണ് സെറ്റ് ചെയ്തത്. കാരണം ഓൾറെഡി സ്കാർഫ് ഇടുന്നത് കൊണ്ട് ആ ടീമിലും സ്കാർഫ് ഇടുന്നത് കൊണ്ട് നമ്മൾ എന്തായാലും പറഞ്ഞ പോലെ എങ്ങനെ മുടി ഇട്ടിയാലും കാണൂല. അപ്പം ഞാൻ വേഗം തന്നെ മുടി കെട്ടിക്കൊടുത്തു. അപ്പോൾ അങ്ങനെ മുടി സെറ്റ് ചെയ്ത് ജസ്റ്റ് ഇതായി കൊടുത്തു. അപ്പോൾ ഞാൻ മുടി നല്ലോണം ജടയൊക്കെ കളഞ്ഞു, ഇങ്ങനെ കെട്ടിക്കൊടുത്ത്. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫതുവാടെ മുടി ഞാൻ പ്രേമലു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനല്ല ഫതു എന്നോട് പറഞ്ഞു മുടി ഇട്ടി തരാൻ പറഞ്ഞു. പ്രേമലു റീനുവിനെ പോലെ മുടി ഇട്ടി തരാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം റീൽസ് ഓരോന്നും കണ്ട് ഞാൻ കൈയിടാനാണ് ഇപ്പോൾ ഞങ്ങൾ എടുക്കായിരുന്നു എന്ന്. കാരണം പുള്ളിക്കാരിയോട് പറഞ്ഞു എനിക്ക് റീനുവിനെ പോലെ മുടി ഇട്ടി തരുമെന്ന് ചോദിച്ച്. അതുപോലത്തെ ഡ്രസ്സ് 3-4 ആളുകളുള്ളത് കൊണ്ട് അതുപോലെ ഇടാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരാഗ്രഹമല്ലേ എന്ന് മേടിച്ചിട്ട് ഞാൻ എന്താക്കി മുടി വെട്ടിയപ്പോൾ പിന്നെ കമൻറ്റിൻ്റെ ആറുകളി, ട്രോളിൻ്റെ ആറുകളി, ഫ്രണ്ട്സിലെ ജയറാമിൻ്റെ ലാസ്റ്റ് ലുക്കിലെ വയ്യാണ്ടാവുമ്പോൾ അതും പറഞ്ഞ് കളിയാക്കി. അതുപോലെ പിന്നെ ആരെന്ന് അറിയും, നമ്മളെ പട്ടാഭിഷേക സിനിമയിലെ ആനയില്ലേ, ആരുടെ ഹെയറും കിടക്കൂല ഇങ്ങനെ 1000 പേരുമ്പോൾ കുറേ കമൻസും ട്രോളൊക്കെ കിട്ടിയാണ്ട. പക്ഷെ അത് ഹാപ്പി ആയിട്ട് എടുത്തു, അല്ലാണ്ട് കരയൊന്നും ചെയ്തില്ല. അപ്പം ഇപ്പം അത് ഉപകാരപ്പെട്ട്. കാരണം അത് കുറച്ചുകൂടി വളർന്നപ്പോൾ നമുക്ക് മാഷാൻ്റെ പേരിന് തീമിന് അത് ഉപകാരപ്പെട്ടു. ആ മാഷയുടെ മുടി
അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം അത് വേഗം ഇതാക്കി ഞാൻ പിന്നെ പിന്നും കൂടി കുത്തി കൊടുത്തു. പിന്നെ 9 വയസ്സ് കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ പറഞ്ഞു കൊടുത്തു ഞാൻ ഇങ്ങനെ പിന്നിങ്ങനെ ശ്രദ്ധിക്കണം, അഴിക്കാണ്ട് നോക്കണം, അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പിന്നെ കുത്തിയൊക്കെ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ആ സമയത്ത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം പിന്നെ വേഗം ഞാൻ മുടി സെറ്റ് ചെയ്തതിന് ശേഷം പിന്നൊന്ന് കുത്തി അറിയാത്ത രീതിയിൽ പിന്നും കുത്തി കൊടുത്തു. അതങ്ങനെ സെറ്റാക്കി. പുള്ളിക്കാരി അതുപോലെ തന്നെ വരുമ്പോൾ അത് ഊരിട്ടൊക്കെയാണ് വന്നത്, അത് ശ്രദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെന്ന് പറയാനായിട്ട് ഇത് സെറ്റ് ചെയ്ത് നമുക്കിനി ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരുപാട് പേര് അറിയാത്തവരുണ്ടാവും, മാഷ് ലിപ്പിയറിന് എങ്ങനെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇനി ഇതിട്ട് കഴിയുമ്പോൾ ശേഷിക്കും മനസ്സിലാവാം. അപ്പോൾ നമുക്കിനി ഫൈനൽ ലുക്ക് കാണാം ഫത്വയുടെ ഒരുങ്ങിയിട്ടുള്ള. ഓക്കെ, കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. ഡ്രസ്സ് കണ്ട ലേസ് എടുക്കും ഞാൻ ആ ഫോട്ടോ അയച്ചതിൽ കറക്റ്റായിട്ട് എനിക്ക് ടിൻഡു ചേച്ചി തയ്ച്ചു തന്നിട്ടാ. അതൊരു ഭയങ്കര ഒരു പോയിൻ്റ് തന്നെയാണ്. കാരണം എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. അപ്പോൾ ഏതാ തുണി അതിന് മാച്ച് ചെയ്ത് അതുപോലെ എടുക്കുക, എങ്ങനത്തെയാണോ വേണ്ടത് അതുപോലെ എടുത്തോട്ടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ചെറിയ വ്യത്യാസം പറ്റിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഇടുന്ന പോലെ അല്ലല്ലോ നമ്മൾ വലിയൊരിടണം. എനിക്ക് ആയിഷയിലത്തെ മഞ്ജുവാര ലുക്കായിരുന്നു. അപ്പോൾ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചു, നഗറ്റ്സും ചായയൊക്കെ കുടിച്ചിട്ട് ഇവർ പോയിട്ടാ. ഹലോ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകണമെന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഇവനെ എണീറ്റ് മുടി കിട്ടുന്ന സമയത്തേ ഇവനെ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ വേഗം റെഡിയാക്കി ചായ കൊടുത്ത് പറഞ്ഞയച്ച് ഇനി ഇയാളൊന്ന് സെറ്റ് ചെയ്ത് അല്ലേ അല്ലേ ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ എണീറ്റ് ഞാൻ ഉണ്ടാവുന്ന ആ ഒരു വാശിയും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഫത്വ മാഷായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റിൽ ഇടണേ. കാരണം കുട്ടികൾക്ക് ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ ഇതിപ്പോൾ കമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അത് ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, പ്ലീസ് കമൻറ്റ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇതല്ല, ഇത് അവൾ കാണുമ്പോഴേക്കും ഇങ്ങനെ സന്തോഷമായിരിക്കുള്ളൂ. ഞാനൊന്ന് പറഞ്ഞാൽ മതി, ഫത്വ ഒന്ന് കമൻറ്റ് ബോക്സ് നോക്കിയെന്ന് പറഞ്ഞാൽ മതി. അവൾ പേരെടുത്തില്ല. അപ്പോൾ എന്താ പറയുക, ഞാനും എണീറ്റിട്ടല്ലേ ഉള്ളൂ. എണീറ്റ് നേരെ ഇവരെ കാര്യങ്ങൾ കഴിഞ്ഞ് എനിക്ക് ചായ അടിക്കണം, ഇവനെ ശരിയാക്കണം, ഇവൻ സെറ്റായിട്ടാണ് എനിക്ക് ചായ അടിക്കണമെങ്കിൽ. അങ്ങനെ പരിപാടികൾ ഇഷ്ടം പോലെയുണ്ട്. നാളെ വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് നല്ല സന്തോഷമുണ്ടാക്കും 3 ആൾക്കും. ഫത്വാക്ക് നാളെ ക്ലാസ്സില്ല, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാം, അനിക്കാക്കും ഓഫീസില്ല, ആകെ എന്നൊരുപോലുള്ളത് എനിക്കാണ്. അപ്പോൾ അതിൻ്റെ പേയാണ് ഈ വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമെങ്കിൽ പറയണം. പിന്നെ ഞാൻ ഒരുക്കുന്നതൊക്കെ വോയിസ് എടുത്തിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവനെ മുടി കിട്ടുമ്പോഴാണ് എണീറ്റത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളെ ചീത്തൊക്കെ പറയും, മീൻസ് നീങ്ങിക്ക് ഇതാക്ക്. പിന്നെ അവളിങ്ങനെ എപ്പോഴും മേക്കപ്പ് ഇടുന്ന ഒരാളല്ല. മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്, ഞാൻ ചെയ്യിപ്പിക്കാണ്ടാണ്. അപ്പോൾ എപ്പോഴും മേക്കപ്പ് ഇടുന്ന ആളല്ല എങ്കിലും ഇങ്ങനെ എല്ലാം അറിയാം. പിന്നെ എന്നോട് ചോദിക്കും, ഇതെല്ലാം ഉമ്മി പറഞ്ഞത് ഇടാൻ പാടില്ല എന്നൊക്കെ. അപ്പം അതിൻ്റെ ഒക്കെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ഒച്ചകളൊക്കെ എടുക്കുമ്പോൾ അത് കേൾക്കില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം അത് വോയിസ് എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. ഇന്നത്തെ ദിവസമല്ല, ഇന്ന് രാവിലെ ഇപ്പം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിലായിരിക്കുള്ളൂ ഇൻഷാ അല്ലാ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ 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 ബൈ. ഒന്ന് പറയടോ. എനിക്ക് കുറച്ച് വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്, യൂട്യൂബ് ഫാമിലി ഉണ്ട്. ഒരു ഹായ് പറഞ്ഞേ, ബൈ പറഞ്ഞേ, ബൈ ബൈ പറഞ്ഞേ. ഉറക്കത്തിന് വീട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ആൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. ശരി, അപ്പം അസ്സലാമു അലൈക്കും.